ഹായ് ഫ്രണ്ട്സ്, ഷൈനി കൃഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാതെ മറച്ചു വച്ചിരിക്കുന്ന അവരുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. Ace of Cups, the Empress, okay. Four of Pentacles, Tower reverse വന്നിട്ടുണ്ട്. Five of Swords, Two of Swords, Page of Cups, Eight of Swords, Page of Pentacles, okay. Four of Wands, ബോട്ടം വന്നിരിക്കുന്നത് ദ ലവേഴ്സ് ആണ്. ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളോട് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമോ അകൽച്ചയോ സെപ്പറേഷൻ എന്തൊക്കെ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് സിറ്റുവേഷൻ ആണോ, അതുപോലെ നിങ്ങളിപ്പോൾ ആൾറെഡി മാരീഡൊക്കെ ആയവരാണെങ്കിൽ പോലും നിങ്ങളിൽ നിന്ന് ഒരു അകൽച്ച പാലിക്കുകയോ നിങ്ങളോടൊന്നും ഷെയർ ചെയ്യാതെ മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മൈൻഡിൽ നിങ്ങൾക്കുള്ള സ്ഥാനവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ കപ്സ് ആണ്. കപ്സ് എന്ന് പറയുമ്പോഴേ ഒരു സ്നേഹത്തിൻ്റെ കാർഡാണ്. അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. ഇങ്ങനെ ഹൃദയം തുളുമ്പി ഒഴുകുന്ന അളവിന് അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെന്ന് തന്നെയാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് അവരിപ്പോൾ അതൊന്നും പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. മേ ബി നിങ്ങളോടുള്ള ഒരു എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു ബ്ലോക്ക് സിറ്റുവേഷൻ ആണ്, വിളിക്കുന്നില്ല എങ്കിൽ പോലും അവർ നിങ്ങളോടൊപ്പം ഒരു ന്യൂ ബിഗിനിങ്സ്, ന്യൂ സ്റ്റാർട്ട് ആഗ്രഹിക്കുന്നു. നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന ദ എംപ്രസ് ആണ്. അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഒരു നിങ്ങളോടൊരു ഫിസിക്കൽ അട്രാക്ഷൻസ് നന്നായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കാരണം നിങ്ങൾ കുറച്ച് സ്റ്റൈലായിട്ടും കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കാം. അതുമല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഉള്ളത് കൊണ്ട് നന്നായിട്ട് റെഡിയായി ഒക്കെ നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. മൊത്തത്തിലൊരു ഫിസിക്കൽ അപ്പിയറൻസ് അവരെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. മേ ബി നിങ്ങളോട് അതൊന്നും പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ് അല്ലെങ്കിൽ ഹാൻസം ആണ് അങ്ങനെ ഒന്നും പറയുന്നുണ്ടാവില്ല. ബട്ട് അവർക്ക് നിങ്ങളോട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുമാത്രമല്ല, നിങ്ങളോടൊപ്പം അവരിരുന്നപ്പോൾ എല്ലാം ഒരു അമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹവും കെയറും ഒക്കെ നിങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നു എന്നും അതവർ ഉള്ളിൽ മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് ഇതൊന്നും ഒരിക്കലും ചിലപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ കുറച്ച് ലക്കിയാണ് എന്നും അവരുടെ മൈൻഡിലുണ്ട്. കാരണം നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കുറച്ച് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ഗ്രോത്തും നിങ്ങളുടെ കരിയറിലായാലും നിങ്ങളുടെ മൊത്തത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് ആയാലും നിങ്ങൾ കുറച്ച് ലക്കിയാണ്. നിങ്ങൾക്ക് പണവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നും, അതും അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ നിങ്ങൾക്ക് തന്നെ കുറേ കഴിവുകളുണ്ട്, കുറേ ക്രിയേറ്റിവിറ്റി ആയിരിക്കാം, അതും അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനുള്ള കഴിവായിരിക്കാം, അല്ലെങ്കിൽ ജോലിയിലുള്ള കഴിവായിരിക്കാം. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സക്സസ് ആവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. അവർക്ക് കുറേ ഇമോഷൻസ്, നിങ്ങളോട് കുറേ അങ്ങനെ സ്നേഹവും ഇങ്ങനെയുള്ള ഫിസിക്കൽ അട്രാക്ഷൻസും നിങ്ങളോടൊപ്പം ഇരിക്കുന്ന ആ സന്തോഷവും എല്ലാം അവർക്ക് ഉള്ളിലുണ്ട്. പക്ഷെ അവരതൊന്നും പ്രകടിപ്പിക്കുന്നില്ല. അവർക്ക് തന്നെ അറിയാം. അവർക്കതുപോലെ ഒരുപാട് സ്നേഹം നിങ്ങളോടുണ്ട്. പക്ഷേ അവർക്ക് തന്നെ അറിയാം അവരതൊന്നും പ്രകടിപ്പിക്കുന്നില്ല നിങ്ങളോട് എന്നുള്ള കാര്യം അറിയാം. അവരെല്ലാം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. അത് അവരുടെ മിസ്റ്റേക്കാണെന്നും അവർക്കറിയാം. പിന്നെ ഇവിടെ ടവർ റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. നേരത്തെ നിങ്ങൾക്കിടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ആ വ്യക്തി പലപ്പോഴും ഇത് ശരിയാവില്ല, ഇത് എൻഡാക്കണം, ഈ ബന്ധം എൻഡാക്കണം എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ആ ഒരു എൻഡിങ്ങും സെപ്പറേഷനോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഒക്കെ അകൽച്ചയിലാണെങ്കിൽ അതെല്ലാം മാറണം. അതിനൊരു മാറ്റം വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഉള്ളുകൊണ്ട് എന്നാണ് കാണുന്നത്. എന്തായാലും നിങ്ങളുടെ ബന്ധത്തിനിടയിൽ അങ്ങനെ ഒരു ചേഞ്ച് വരണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഓർത്ത് അവരൊരുപാട് ഇപ്പോൾ സ്ട്രെസ്ഡ് ആണ്, വറീഡ് ആണ്.
അത് മാത്രമല്ല അവർക്ക് കുറേ കൺഫ്യൂഷനും ഉണ്ട്. എന്താണ് വേണ്ടത്? ഇനി നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം നല്ല രീതിയിൽ മുൻപോട്ട് പോകുമോ? അങ്ങനെയൊക്കെ കുറേ ആലോചിച്ച് അവർ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് ചിലപ്പോൾ അവർ ഒന്നും ബാധിക്കാത്ത രീതിയിലും അവർ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ കാണിക്കുന്നുണ്ടാവും. ബട്ട് ഇപ്പോഴും അവരൊന്ന് നിങ്ങളുടെ മുമ്പിൽ ജയിക്കണമെന്ന് വാക്ക് തർക്കത്തിലായാലും അവർ ജയിക്കണമെന്ന് പറഞ്ഞൊരു ഒരു കോമ്പറ്റീഷൻ ആ വ്യക്തി എപ്പോഴും സൃഷ്ടിച്ചിരുന്നു എന്നും ഇവിടെ കാണുന്നു. സോ അതും അവർ ഓർത്ത് വറി ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങളിൽ നിങ്ങളെക്കുറിച്ചായാലും അവരൊരു കണ്ണുകെട്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പല കാര്യങ്ങളും. അങ്ങനെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്നേഹവും ആ ഒരു മാതൃസ്നേഹം പോലെ നിങ്ങളെല്ലാം കെയറിങ് കൊടുക്കുന്നത്, നിങ്ങളോടൊപ്പം ഇരിക്കുന്ന ആ ഹാപ്പിനെസ്, സന്തോഷം അതെല്ലാം എപ്പോഴും ആ വ്യക്തി ഒരു കണ്ണുകെട്ടപ്പെട്ട അവസ്ഥയിൽ ആ വ്യക്തി വിട്ടുകളഞ്ഞു എന്നും ആ വ്യക്തി ചിന്തിക്കുന്നു. അതിന് വലിയ വാല്യൂ തരാതെ മറ്റെന്തോ കാര്യങ്ങൾക്ക് ആ വ്യക്തി വാല്യൂ കൊടുത്തു എന്നും ഉള്ള കാര്യം ആ വ്യക്തിക്ക് അറിയാം. അതിനെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നു. ബട്ട് അതെല്ലാം തെറ്റായിരുന്നു എന്ന് അവർക്കറിയാം. പക്ഷെ അതൊന്നും നിങ്ങളോട് അവർ ഒരിക്കൽ പോലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു പ്രയോറിറ്റി തരാതെ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിനെയോ വേറെ വ്യക്തികൾക്കോ പ്രാധാന്യം കൊടുത്തിരുന്നത് അവർ ചെയ്ത തെറ്റായിരുന്നു എന്നുള്ള കാര്യം ആ സമയത്തൊന്നും മറ്റുള്ളവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും അവർ മയങ്ങിപ്പോയി അല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കാതെ പോയി എന്നുള്ള കാര്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നു. ഇവിടെ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏസ് ഓഫ് കപ്സ്, രണ്ടും പറയുന്ന ഒരു കപ്സിൻ്റെ കാർഡാണ്. അവർക്ക് ഒരുപാട് സ്നേഹം നിങ്ങളോടുണ്ട്. അവർ വീണ്ടും വീണ്ടും ഇവിടെ വരുന്നത് നിങ്ങളോടൊപ്പം ഒരു ന്യൂ സ്റ്റാർട്ട് ആഗ്രഹിക്കാനാണ്. നിങ്ങളോട് അത്രയും ഹൃദയത്തിൽ ആത്മാർത്ഥമായ സ്നേഹം ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ അവർ നിങ്ങളോടൊപ്പം ഇനി ഒരു ന്യൂ സ്റ്റാർട്ട് വേണം, നിങ്ങൾ ഒരുമിച്ച് നല്ല രീതിയിൽ പോകണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്ന കാര്യം ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ അവിടെ 8 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. വീണ്ടും ഇവിടെ കാണുന്നത് ഒരു ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു കണ്ണു കെട്ടപ്പെട്ടോ കൈ കെട്ടപ്പെട്ടോ എല്ലാം ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ അവർ ഇരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് വേണമെങ്കിൽ ആ കെട്ടൊക്കെ അഴിച്ചിട്ട് വളരെ ബോൾഡായിട്ട് നിങ്ങളുടെ അടുത്ത് വരാവുന്നതേ ഉള്ളൂ. ആ ബന്ധനങ്ങളൊന്നും പൊട്ടിച്ച് കളയാൻ അവർ അതിനു വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല. അതിനുവേണ്ടി ആ വ്യക്തി ഒരു എഫേർട്ട് എടുക്കാതെ ആ വ്യക്തി ഒരു കംഫർട്ട് സോൺ പിടിച്ച് നിൽക്കുന്നതാണ് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ബോണ്ടിങ് തകർച്ചയൊക്കെ വരാൻ കാരണമെന്നും അവർക്കറിയാം. അവരൊന്ന് ബോൾഡായിട്ട് മനസ്സ് വെച്ചാൽ ഇതെല്ലാം പൊട്ടിച്ചിട്ട് പുറത്ത് വന്ന് നിങ്ങളോട് ആ ഒരു ന്യൂ ബിഗിനിങ്സ് ഉള്ളിൻ്റെ ഉള്ളിൽ അത്രയും ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ന്യൂ ബിഗിനിങ്സ് ആരംഭിക്കാവുന്നതേ ഉള്ളൂ. അത്രയും സ്മൂത്തായിട്ട് വളരെ ഹാപ്പി ആയിട്ടൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ബട്ട് ആ വ്യക്തി തന്നെ ആ വ്യക്തിക്കുള്ളിൽ കുറേ റെസ്ട്രിക്ഷൻസ് വെച്ച് അങ്ങനെ ചെയ്താൽ ശരിയാവോ, ഇങ്ങനെ ചെയ്താൽ ശരിയാവോ, ഞാൻ അങ്ങനെ ചെയ്താൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നിങ്ങളെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്ന് പറഞ്ഞാൽ അവർ തന്നെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കി അവർ തന്നെ ഒരു ബന്ധനം സൃഷ്ടിച്ച് നിൽക്കുന്നു എന്നും അവർക്കറിയാം എന്നാണ് കാണുന്നത്. അവർ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ തയ്യാറാവാത്തത് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷനോ അകൽച്ചയൊക്കെ വരാൻ കാരണമായി എന്നും അവർക്കറിയാം. അവർക്കുള്ളിൽ അങ്ങനെ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരാൻ അവർ ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ബട്ട് അവർക്ക് ആഗ്രഹങ്ങൾ വളരെ ഉണ്ട് നിങ്ങളോട്. ഇവിടെ വീണ്ടും വന്നിരിക്കുന്ന പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വീണ്ടും വീണ്ടും പറയുന്ന 3 കാർഡ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഒരു ന്യൂ സ്റ്റാർട്ട് തുടരാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന 3 കാർഡ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതുപയോഗിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാനുള്ള എല്ലാ കഴിവുകളും ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന്, നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ഒരു ഉയർന്ന സ്ഥാനം തന്നെയാണ് അവരുടെ മൈൻഡിലുള്ളത്. നിങ്ങൾ വളരെ കഴിവുള്ള വ്യക്തിയാണെന്ന്. അതൊരിക്കലും ചിലപ്പോൾ നിങ്ങൾ വളരെ കഴിവുള്ള വ്യക്തിയാണെന്നൊക്കെ അവർ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാവില്ല. അതും അവരുടെ ഹിഡൻ ഫീലിങ്സ് ആണ് നിങ്ങളോടുള്ള. നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന 4 ഓഫ് വാൻഡ്സ് ആണ്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളോടൊപ്പം ഒരുമിച്ചുള്ള ഒരു യാത്ര, അല്ലെങ്കിൽ ഒരു മാരേജ്, അല്ലെങ്കിൽ ആൾറെഡി മാരീഡ് ആയവരാണെങ്കിൽ ലൈഫ് ലോങ് ഹാപ്പിയായിട്ട് മുൻപോട്ട് പോകാൻ വേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ വരണമെന്ന് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇവരിവിടെ ഒരു ബന്ധനത്തിലാണ്. ആ കംഫർട്ട് സോൺ എപ്പോൾ മാറും, അത് നാച്ചുറലി മാറണം. അങ്ങനെ മാറി നിങ്ങളുടെ അടുത്ത് വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അവർ ബോൾഡായിട്ടും സ്ട്രോങ് ആയിട്ടും അതിനെ പൊട്ടിച്ചെറിഞ്ഞ് വരാൻ തയ്യാറല്ല. അവർ ആ സിറ്റുവേഷൻ മാറണമെന്ന് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ ബോട്ടത്തിൽ ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 2 കപ്സും ഇപ്പോൾ ലവേഴ്സും വന്നിട്ടുണ്ട്. അവർ നിങ്ങളെ കാണുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെ, ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ, ഒരിക്കലും നിങ്ങളെ പിരിയാൻ പറ്റാത്തത്രയും നിങ്ങൾ തമ്മിൽ അത്രയും ഒരു ഡിവൈൻ ഒരു ബന്ധം പോലെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്.
എത്രയൊക്കെ മാറിപ്പോണമെന്ന് ആഗ്രഹിച്ചാലും എത്രയൊക്കെ ടവർ മൂവ്മെൻറ്റ് നിങ്ങൾക്കിടയിൽ വന്നാലും വീണ്ടും വീണ്ടും ഏതോ ഒരു ശക്തി നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പോലെയും നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുപോലെയും അവർ ഫീൽ ചെയ്യുന്നു. നിങ്ങളെ വിട്ട് അവർക്കിരിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഹിഡൻ ഫീലിങ്സ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.